നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡി. നാഷണലൈസ്ഡ് ബാങ്കുകളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ അഫയേഴ്സ് ഉണ്ടാവും, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഉണ്ടാവും, ഇക്കണോമി ആൻഡ് ബിസിനസ് ഉണ്ടാവും. ആൻഡ് ഇതിന്റെ ബിറ്റ്വീൻ ഇടയ്ക്ക് ഒരുപാട് ഈ IBPS മുൻപാണെങ്കിലും SBI POക്ക് മുൻപാണെങ്കിലും എല്ലാം ഈവൻ RBSS. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻട്രി ബാങ്കിങ്. സോ നമ്മുടെ എക്സാമിനേഷൻസ് എല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ബാങ്ക് എക്സാമിനേഷൻസിന്റെ ഡേറ്റുകൾ അല്ലേ, നമ്മളുടെ IBPSന്റെ കലണ്ടർ ഔട്ട് ആയിട്ടുണ്ട്. സോ കലണ്ടറിൽ നിന്ന് തന്നെ എവിഡന്റ് ആണ് ഏതൊക്കെ മാസങ്ങളിലായിട്ട് ഏതൊക്കെ ഡേറ്റുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത്. അതൊരു ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഏകദേശം ആ കലണ്ടർ അനുസരിച്ചിട്ട് മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ക്വയറി ആണ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കാര്യം. സോ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. എസ്പെഷ്യലി നമുക്കറിയാം, ബാങ്ക് എക്സാമിനേഷൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ഇല്ല. അതേസമയം പ്രിലിംസ് ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സ് മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രൂഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് തന്നെ വരുന്നു. സോ അത് എങ്ങനെ പഠിക്കണം, പരീക്ഷയ്ക്ക് മുമ്പ് എത്ര മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം, ഈവൻ കറണ്ട് അഫയേഴ്സിൽ നിന്നിട്ടുള്ള എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ. സോ അങ്ങനെയുള്ള ഒരു കോമൺ ഡൗട്ടാണ് ആൻഡ് ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ബാങ്ക് പ്രിപ്പയറിംഗ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിതൗട്ട് എനി ഡിലേ. ആദ്യം തന്നെ കലണ്ടർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ IBPSന്റെ കലണ്ടർ. ബാങ്ക് എക്സാമിനേഷൻ ആസ്പിരൻസ് ഈവൻ SSC ആണെങ്കിൽ അതുപോലെ തന്നെയാണ്, നിങ്ങൾക്കറിയാം അല്ലേ. ഒരു വർഷത്തിന്റെ ആദ്യം തന്നെ അല്ലെങ്കിൽ വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരൊരു കലണ്ടർ റിലീസ് ചെയ്യും. ആ കലണ്ടറിൽ എല്ലാം ഉണ്ട്. സോ ഇതെന്ന് പറയുന്നത് യു ആർ സീയിങ് ജസ്റ്റ് ഒരു IBPS കലണ്ടർ മാത്രമാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡി. നാഷണലൈസ്ഡ് ബാങ്കുകളും അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കും പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് IBPS എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. എല്ലാ ബാങ്ക് പരീക്ഷകളും മെയിൻലി 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒന്ന് പ്രിലിംസ് ആയിരിക്കും, അല്ലെങ്കിൽ മെയിൻസ് ആയിരിക്കും. ഈ പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും കണ്ടക്ട് ചെയ്യുന്നത് IBPS തന്നെയാണ്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കലണ്ടറിൽ ഏകദേശം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഓഗസ്റ്റ് മന്ത് വളരെ ക്രൂഷ്യലാണ്. ഓഗസ്റ്റ് മന്തിലാണ് തുടക്കം എങ്കിലും ഓഗസ്റ്റ് മാസം ഫുള്ളി എക്സാമിനേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഓഗസ്റ്റിലെ എല്ലാ വീക്കെൻഡ്സിലുമായിട്ട് പരീക്ഷയുണ്ട്. ആദ്യം തന്നെ ഓഫീസ് അസിസ്റ്റന്റ്, ഇത് RRBയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതായത് റീജിയണൽ റൂറൽ ബാങ്കിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, RRBസിന്റെ ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് ഓഫീസർ സ്കെയിൽ 1 നടക്കുന്നത് ഓഗസ്റ്റ് 3, ഓഗസ്റ്റ് 4, ഓഗസ്റ്റ് 10, ഓഗസ്റ്റ് 17, 18 തീയതികളിലായിട്ടാണ്. ഓൾമോസ്റ്റ് മിഡ് വീക്കെൻഡ്സ് വരെ ഫിൽ ആയിട്ടുണ്ട്. ആൻഡ് ഓഫീസർ സ്കെയിൽ 2 and 3 നടക്കുന്നത് സെപ്റ്റംബർ 29 തീയതിയാണ്. ആൻഡ് സിംഗിൾ എക്സാമിനേഷൻ ഓഫീസർ 2 and 3 നടക്കുന്നത് സെപ്റ്റംബർ 29 ആൻഡ് മെയിൻസ് പരീക്ഷ ഓഫീസർ സ്കെയിൽ 1ന്റെ മെയിൻസ് പരീക്ഷ സെപ്റ്റംബർ 29 അതേസമയം ഓഫീസ് അസിസ്റ്റൻസിന്റെ പരീക്ഷ നടക്കുക ഒക്ടോബർ 6 തീയതിയാണ്. ഓഫീസ് അസിസ്റ്റന്റ്, ഈ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലറിക്കൽ പോസ്റ്റിന് തന്നെയാണ് നമ്മൾ ഓഫീസ് അസിസ്റ്റന്റ് എന്ന നെയിമിൽ വിളിക്കുന്നത്. പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റ് ആണ് ഓഫീസേഴ്സ് എന്ന നെയിമിൽ വരുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ പറഞ്ഞത് IBPS RRBസിന്റെ കാര്യമാണ്. IBPS RRB നടത്തുന്ന ഓഫീസർ സ്കെയിൽ എക്സാമും അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് എക്സാമിനേഷനുമാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓഫീസ് അസിസ്റ്റൻസും ഓഫീസർ സ്കെയിലിന്റെയും പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് 3, 4, 10, 17, 18 തീയതികളിലാണ്. അതേസമയം ഓഫീസർ സ്കെയിൽ 2 and 3യുടെ പ്രിലിംസ് നടക്കുക സെപ്റ്റംബർ 29 ഓഫീസർ സ്കെയിൽ 1, ഞാൻ ഈ ആദ്യം പറഞ്ഞ ഓഫീസർ സ്കെയിൽ 1 പ്രൊബേഷണറി ഓഫീസറുടെ മെയിൻസ് സെപ്റ്റംബർ 29 ക്ലർക്കിന്റെ RRB ക്ലർക്കിന്റെ മെയിൻസ് ഒക്ടോബർ 10 അതാണ് IBPS RRBയുടെ കേസ് വരുന്നത്. ഓക്കെ, അതേസമയം IBPS PO ആൻഡ് ക്ലർക്ക് റീജിയണൽ റൂറൽ ബാങ്ക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്മിങ് ഫേമസ് എക്സാമിനേഷൻസ് ആണ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് എഴുതുന്ന ആൻഡ് ജോലി ലഭിക്കാൻ ആസ്പയർ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് IBPS PO അല്ലെങ്കിൽ IBPS ക്ലർക്ക്. ഈ 2 പോസ്റ്റുകളും ഒരുപാട് ഡിമാൻഡുള്ള പോസ്റ്റുകളാണ്. ഒന്നൊരു ക്ലറിക്കൽ ലെവൽ ജോബ് ആൻഡ് അതെന്ന് പറയുന്ന ഒരു ഓഫീസർ ലെവൽ ജോബാണ്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
പ്രിലിമിനറി പരീക്ഷ IBPS ക്ലർക്കിന്റെ പ്രിലിമിനറി പരീക്ഷ നടക്കുക 24, 25, 31 ഓഗസ്റ്റിലായിട്ടായിരിക്കും. പ്രൊബേഷണറി ഓഫീസറെ പരീക്ഷ നടക്കുക ഒക്ടോബർ 19, 20 തീയതികളിലായിട്ടായിരിക്കും. SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. എന്താണ് ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ? സ്പെസിഫൈഡ് ട്രേഡ്, അതായത് ലോ ഓഫീസർ, LLB പഠിച്ചിരിക്കുന്നവർക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ലോ ഓഫീസർ. അഗ്രികൾച്ചറൽ ഓഫീസർ, അതെന്ത് കഴിയണം? അഗ്രികൾച്ചർ പഠിച്ചിട്ടുണ്ടായിരിക്കണം, BSc അഗ്രികൾച്ചർ. ആൻഡ് IT ഫീൽഡ് ഓഫീസേഴ്സ് ഉണ്ട്, അത് BTech അല്ലെങ്കിൽ MCA പോലുള്ള BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCA പോലുള്ള യോഗ്യത അവർ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസറുടെ പ്രിലിമിനറി പരീക്ഷ നവംബർ 9-നും മീൻസ് പരീക്ഷ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ എസോടെ വരുന്നത് ഡിസംബർ 14-നുമാണ്. IBPS ക്ലർക്കിന്റെ മീൻസ് വരുന്നത് ഒക്ടോബർ 13-നും. അതേസമയം IBPS POന്റെ മീൻസ് വരുന്നത് നവംബർ 30-നുമാണ്. അപ്പൊ ഈ ഒരു കലണ്ടർ ഞാനൊന്ന് അനലൈസ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ IBPS കലണ്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലണ്ടർ. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരീക്ഷ ഓഗസ്റ്റ് തൊട്ടാണ് തുടങ്ങുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഇൻ IBPS കലണ്ടർ. IBPS ക്ലർക്ക്, IBPS PO, IBPS SO, IBPS RRB ഓഫീസ് അസിസ്റ്റന്റ്, IBPS RRB ഓഫീസർ ആൻഡ് IBPS RRB ഓഫീസർ സ്കെയിൽ 2 and 3. ഇത്ര പരീക്ഷകൾ മാത്രമേ ഈ ഒരു കലണ്ടറിലുള്ളൂ. ഇത് തന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിനോടൊപ്പം ഇനി വരാനിരിക്കുന്നത് SBI ക്ലർക്ക്, SBI PO പോലുള്ള പരീക്ഷകളുണ്ട്. ആൻഡ് SBI ക്ലർക്ക് മേ ബി ഡ്യൂ ടു ഇലക്ഷൻ നേരത്തെ നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ വരുന്നതാണ് RBI അസിസ്റ്റന്റ്. അതിനോടൊപ്പം തന്നെ കർണാടക ബാങ്ക്, കാനറ ബാങ്കിന്റെ പോലുള്ള PGDBF പ്രോഗ്രാംസ് അല്ലെങ്കിൽ മണിപ്പാൽ എക്സാമിനേഷൻസ്, സിംഗിൾ ടയർ എക്സാമിനേഷൻസ് വരാനുള്ള ചാൻസ് പിന്നെയും കൂടുതലാണ്. ആൻഡ് ലോട്ട് മോർ ഇൻഷുറൻസ് എക്സാമിനേഷൻ ലൈക്ക് LIC വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ടു എ സ്ട്രെച്ച് NICL അസിസ്റ്റന്റ് ആൻഡ് ദെൻ നമുക്കിപ്പോൾ NICL അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള എക്സാമിനേഷൻസും ഒക്കെ ഇൻ ബിറ്റ്വീൻ നടക്കും. അപ്പം നിങ്ങൾ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓൾറെഡി കുറേ കാൻഡിഡേറ്റ്സ് പ്രിപ്പയറിംഗ് ആണ്, അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. പ്രിപ്പറേഷൻ ഫേസിലിരിക്കുന്ന കാൻഡിഡേറ്റിന് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ അവർക്കൊരു വിഷയമേ ആയിരിക്കില്ല. ഇപ്പം നമുക്കറിയാം റീസെൻ്റ് ആയിട്ട് NICL അസിസ്റ്റന്റ് ആൻഡ് UIC AO ഒക്കെ വന്നു, NICL AO വിളിച്ചിട്ടുണ്ട്. സോ പ്രിപ്പറേഷൻ ഫേസിലിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ദേ ആർ പ്രിപ്പയറിംഗ്, ദേ ആർ പ്രാക്ടീസിങ്, അവർ പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കും. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ നിങ്ങൾ പഠിക്കാനിരിക്കൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഒബ്വിയസ്ലി നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിൽ വരും. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിൽ വരും എന്നല്ല പറയുന്നത്, നമ്മളുടെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഒരു ഏപ്രിൽ മെയ്യോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആവും. ആൻഡ് ദെൻ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് പരീക്ഷ നടക്കുകയും ചെയ്യും. ഓക്കെ, എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തതെല്ലാം തന്നെ കലണ്ടറിൽ. സോ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യരുത്, ഇപ്പോഴേ പഠിക്കുക. ആൻഡ് ഇതിന്റെ ബിറ്റ്വീൻ ഇടയ്ക്ക് ഒരുപാട് ഈ IBPSന് മുൻപാണെങ്കിലും SBI POയ്ക്ക് മുൻപാണെങ്കിലും എല്ലാം, ഈവൻ RBI അസിസ്റ്റന്റിന് മുൻപാണെങ്കിലും എല്ലാം ഒരുപാട് പരീക്ഷകൾ വരും. ലൈക്ക് ഈ ഇൻഷുറൻസ് സെക്ടർ പരീക്ഷകൾ പോലുള്ള NICL അസിസ്റ്റന്റ്, അതുപോലെ തന്നെ UIC AO, ഇതുപോലുള്ള പരീക്ഷകൾ ഇടയ്ക്ക് കയറി വരും. അതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക, പഠിക്കുക, എഴുതാൻ ശ്രമിക്കുക. കാരണം IBPS പരീക്ഷ എഴുതുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു റിയൽ ടൈം എക്സാം ഇന്റർഫേസ് കിട്ടുകയാണ്. അങ്ങനെ IBPS എക്സാമിനേഷൻ എത്തുന്നതിന് മുൻപ് ഒരു 4-5 എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അത്രയും മുൻപിലാണ്. അത്രയും എന്താ പറയുക, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുകയാണ്, നിങ്ങളുടെ ആ ഒരു എക്സാം ഫിയർ കുറയുകയാണ്, എക്സാം ഇന്റർഫേസ് കിട്ടുകയാണ്. എക്സാം ഇന്റർഫേസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നമ്മൾ ഇന്നത്തെ നമ്മുടെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ഇതായി പോകണ്ട. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്, അല്ലെ? നമ്മളുടെ ബാങ്ക് എക്സാമിനേഷൻസിൽ വളരെ കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും സബ്ജക്റ്റ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു എക്സാം ആണ്. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒന്നുമില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എത്ര ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, എത്ര ഇൻറ്റൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സെലക്ഷൻ്റെ കാര്യം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻസിന് മാത്രം വരുന്നൊരു വിഷയമാണ്. ഓക്കെ, ആൻഡ് പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ബാങ്ക് എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ പൊതുവേ ഫാസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഏകദേശം ലിമിറ്റഡ് ഒരു 6 monthsനുള്ളിൽ തന്നെ സെലക്ഷൻ ആകാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്.
സോ പ്രിലിംസിന്റെ ഡേറ്റ് വന്നു, പ്രിലിംസിന്റെ റിസൾട്ട് ഔട്ടായി, പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടി എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. പ്രിലിംസിന്റെ റിസൾട്ട് വന്ന ഡേറ്റ് തൊട്ട് മെയിൻസ് പരീക്ഷയിലേക്ക് നോക്കുകയാണെങ്കിൽ 20-25 ദിവസം കഷ്ടി ഉണ്ടായിരിക്കുള്ളൂ. ഈ 20-25 ദിവസം കൊണ്ട് നിങ്ങൾ എന്തോരം പഠിക്കേണ്ടി വരും കറണ്ട് അഫയേഴ്സ്. മെയിൻസ് പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മളെ ഏറ്റവും നല്ല മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് PDF എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 120 പേജ് മിനിമം ആണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽഡ് PDFs ആണെങ്കിൽ 300 പേജോളം വരെ പോകും. ഈ 120 പേജ് നിങ്ങൾക്ക് വായിച്ചു തീരാനുള്ള സമയം പോലും ഉണ്ടാവില്ല. ഈ ഒരു പ്രിലിംസിന്റെ റിസൾട്ട് വന്ന് മെയിൻസിലേക്കുള്ള 20-25 ദിവസം വായിച്ചു തീരാൻ പോലും സമയം ഉണ്ടാവില്ല. അങ്ങനെയാണോ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടത് കറണ്ട് അഫയേഴ്സ്? ഒരിക്കലും അല്ല. അത് നിങ്ങൾ വായിക്കണം. വായന എന്ന് പറയുമ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സ് നിങ്ങളൊരു 10-20 തവണ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അത് പിന്നീടുള്ള സ്റ്റേജാണ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ മെയിൻസിന് പോയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അപ്പിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. മെയിൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും എല്ലാവർക്കും ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒന്നാമത്തെ ഒരു ഡിഫിക്കൽട്ടി സൈഡിലായിരിക്കും മെയിൻസ് നടക്കുക. ഈസി ടു മോഡറേറ്റ് ഒന്നും ആയിരിക്കില്ല, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും. സോ ആ ഒരു ലെവലിൽ നടക്കുന്ന എക്സാം, റീസണിങ് ആണെങ്കിലും ക്വാൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഫിക്സഡ് ആയിരിക്കും. അത്രേ ചെയ്യാൻ പറ്റൂ, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇംഗ്ലീഷ്. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതിൽ എന്തോരം നിങ്ങൾ ശരിയാക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കൂടുകയും നിങ്ങൾ സെലക്ട് ആവാനുള്ള ചാൻസും കൂടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ കറണ്ട് അഫയേഴ്സ്. ആൻഡ് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയലിന്റെ സഹായത്തോടു കൂടി തന്നെ പഠിക്കണം. സോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റെഫർ എൻട്രിയുടെ ബാങ്കിങ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ നമ്മൾ എല്ലാ മാസവും റിലീസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരുപാട് നമ്മളുടെ ബാങ്കിങ്ങിൽ നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിന് ഇൻസൈഡിലുള്ള കാൻഡിഡേറ്റ്സും അവർ കാണുന്നതാണ് എന്താണ് ക്യാപ്സ്യൂളിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മന്ത്ലി ക്യാപ്സ്യൂളാണ്. ആ മാസത്തിലെ എല്ലാ കറണ്ട് അഫയേഴ്സും എസ്പെഷ്യലി ബാങ്ക് എക്സാമിനേഷൻസിന് വരുമ്പോൾ ബാങ്കിങ് അവയർനെസ് ചോദിക്കും. സോ ചോദിക്കാൻ സാധ്യതയുള്ള ബാങ്കിങ് അവയർനെസ് ക്വസ്റ്റ്യൻസും നമ്മുടെ ക്യാപ്സ്യൂളിലുണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് 2 ഇൻഡെക്സ് ആണ് ഈ കാണുന്നത്. രണ്ടായിട്ട് കാണുന്നത് സിംഗിൾ ഇൻഡെക്സ് തന്നെയാണ്, മന്ത്ലി ക്യാപ്സ്യൂളിന്റെ ഇൻഡെക്സ് ആണ്. സോ ഡിസംബർ എഡിഷൻ ആണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സൂൺ ജാനുവരി എഡിഷൻ ഔട്ട് ആവുന്നതാണ്. സോ ഡിസംബർ 2023 എഡിഷനിൽ ഉള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ നാഷണൽ അഫയേഴ്സ്. ഡിസംബർ മാസത്തിൽ നടന്നിട്ടുള്ള എല്ലാ നാഷണൽ അഫെയർ റിലേറ്റഡ് ഇവന്റ്സും ഇതിലുണ്ട്. ഇന്റർനാഷണൽ അഫയേഴ്സ് ഉണ്ടാവും, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഉണ്ടാവും, ഇക്കണോമി ആൻഡ് ബിസിനസ് ഉണ്ടാവും, എഗ്രിമെന്റ്സ് ഉണ്ടായിരിക്കും, അക്വിസിഷൻ, അവാർഡ്സ്, അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ്, സ്പോർട്സ്, ഡിഫൻസ്, സ്റ്റേറ്റ് ന്യൂസ്, ഒബിച്വറി, ബുക്സ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഒബ്വിയസ്ലി ഇത്രയും സാധനങ്ങളിൽ ഈ ഇൻഡെക്സിലുള്ള ഈച്ച് ആൻഡ് എവറി കോണ്ടന്റിൽ നിന്ന് തന്നെയായിരിക്കും പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ഉണ്ടാകുക. ഇതാണ് കറണ്ട് അഫയേഴ്സിൽ നിന്നും ഈ ഇൻഡെക്സിൽ കാണുന്ന സാധനങ്ങളാണ് ഓരോ മാസവും നിങ്ങൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ആൻഡ് IBPS കലണ്ടറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ ഞാനിപ്പോൾ ഈ കാണിച്ച ഇൻഡെക്സ് സഹിതം കാണിച്ച ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂളിൻ്റെ ഡീറ്റെയിൽഡ് PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് നമ്മളുടെ കോഴ്സുകളെല്ലാം തന്നെ എസ്പെഷ്യലി IBPS RRB ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഗസ്റ്റിൽ എക്സാമിനേഷൻ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് പഠിക്കേണ്ട റൈറ്റ് ടൈം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് സിലബസ് കവറപ്പ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഇൻറ്റൻസ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിനൊക്കെ നിങ്ങൾക്ക് ഇനി ഒരു ആംപിൾ എമൗണ്ട് ഓഫ് ടൈം നിങ്ങൾക്ക് റിക്വയർഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത്രയും സമയം വേണം എക്സാം ക്ലിയർ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും. സോ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഡിസ്കൗണ്ട് പ്രൈസസിലൊക്കെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.